അഖിലേ, എന്താണ് ഫോൺ എടുക്കാൻ നീ? ഫോണ് സൈലന്റ്. നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ വന്നത്? വരൂന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ എന്തോരം തപ്പിന്നറിയോ വീട് കണ്ടുപിടിക്കാൻ. ഇതാണ് ഇവിടത്തെ നായകൻ, ഞാൻ പറഞ്ഞ കുഞ്ഞു ജീവിതത്തിന്റെ ഉടമ. ഇതാണ്. പേര് പറ. അഖിൽ രാജ്. അഖിൽ രാജ്. എവിടെ നിന്റെ അനിയൻ? അനിയനെന്താ? അനിയന്റെ പേരെന്താ? ആശിഷ് രാജ്. മാസ്ക് വെച്ചോ? ഞങ്ങള് ഇവരെ കാണുന്നത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ കൂടിയാണ്. അപ്പം ഭയങ്കര അത്ഭുതം തോന്നി. രണ്ട് പിള്ളേര് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്ത് എന്റെ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് എന്നെ കൊണ്ട് അതിന് കഴിയുമോ എന്നുള്ള ചിന്ത പോലും എന്നിലൊന്നും വന്നിട്ടേ ഇല്ല. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ കുട്ടികള് അവരുടെ പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, ഒന്നിനും പരാതി പറയാതെ അവരവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പോസ്റ്റിലൂടെ വിളിച്ച് അഖിലിനെ പരിചയപ്പെട്ട്. കുറേ നാളായി നമ്മളിത് കണ്ടിട്ട്, പക്ഷെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇപ്പോഴാണ് അതിനിത് വന്നത്. ഇതെന്താണ്? ഇതൊക്കെ നമ്മൾ നട്ടേക്കുന്നതാണോ? നിറയെ ഇതൊക്കെ വിത്തൊക്കെ ഇവിടുന്ന് കിട്ടും. ആ, അപ്പോൾ നമ്മൾ ഈ കണ്ട പച്ചക്കറിയും അതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ കാര്യം. നമ്മുടെ അഖില് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവനൊരു സോപ്പ് ഉണ്ടാക്കി വിറ്റിട്ടാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് പഠിക്കുകയാണ്. എങ്ങനെയാ അഖിലെ സോപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? സ്കൂളിലത്തേക്ക് പൈസയ്ക്കും പിന്നെ ബസ് കൂലിക്ക്. അല്ല, ടീച്ചർമാര് പഠിപ്പിച്ചതാണ് അല്ലേ? അപ്പൊ ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും പിള്ളേരൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അഖില് മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് പറയണത്. അതായത് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചു, പക്ഷെ അത് വേറെ കുട്ടികൾ ആരും അഡോപ്റ്റ് ചെയ്തില്ല. അത് ചെയ്തത് അഖിലാണ്. കാരണം അഖിലിന് അത് ആവശ്യമായിരുന്നു. അഖിലിന്റെ ജീവിതം മുമ്പോട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്തതാണോ? എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ആദ്യം വിറ്റത്? സോപ്പ് ആദ്യം വിറ്റത് എങ്ങനെയാ? സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ പരിചയപ്പെട്ട് ഞാൻ പോണ സമയല്ലേ, സിറ്റിയില് ഞാൻ ആദ്യമായിട്ട് ആണ് പോണത് ഇങ്ങനെ പരിചയപ്പെടാം. അപ്പൊ ഞാൻ ഇങ്ങനെ ബസ്സിലുള്ള കണ്ടക്ടറിനൊക്കെ പരിചയപ്പെട്ട്. അതിനു മുമ്പൊന്നും സിറ്റി പോയിട്ടില്ല. ഈ സോപ്പും കൊണ്ടാണ് ആദ്യമായിട്ട് സിറ്റി പോണത്. ഞാൻ സ്കൂളില് പഠിക്കാൻ വേണ്ടി പോണേ. പ്ലസ് ടു പഠിക്കാൻ വേണ്ടിട്ട് പോയപ്പോഴാണ് ആദ്യമായിട്ട് ടൗൺ കാണുന്നത്. എല്ലാം ഞാൻ പഠിച്ചത്. ഓഫീസ്, ആർടി ഓഫീസ്, അങ്ങനെ കുറെ ഓഫീസ് എല്ലായിടത്തും പോയിട്ടുണ്ട്. എന്തിനാണ് അത്? വിൽക്കാൻ വേണ്ടി. ബിസിനസ്. അവർക്ക് എവിടെയാ തെരുവില് വിൽക്കുവോ? ഇതേപോലെ തെരുവില് ഓഫീസ്, ഏറ്റവും കൂടുതൽ ഓഫീസാണ്. അപ്പൊ ഈ യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ നിക്കുവോ? ഓ ഇല്ല, ഞാൻ എല്ലാരെയും പറഞ്ഞ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ഞാൻ ഉണ്ടാക്കിയതാണ്, നല്ല സോപ്പാണ് എന്നൊക്കെ പറയുമ്പോ. വേറൊരു കാര്യം ചോദിക്കട്ടെ, സോപ്പിന് ഇപ്പൊ എന്താ പേര് ശരിക്കും ഇട്ടേക്കുന്നത്? പേര് അഖിൽ സോപ്പ്. അഖിൽ സോപ്പ് തന്നെ ഇടാനാണ് തീരുമാനിച്ചേക്കുന്നത്. പക്ഷെ അതിനകത്തൊന്നും എഴുതാൻ പറ്റണില്ല അല്ലേ? നമുക്ക് അങ്ങനെ ഒരു അച്ഛൻ മേടിക്കണം. അഖിൽ സോപ്പ് അച്ഛൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അഖിൽ സോപ്പ് ഉണ്ടാക്കണം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഞങ്ങക്ക് തരുമോ? ഒരെണ്ണം മതി. എത്ര ആണെങ്കിലും പൈസ തരില്ല. കുഴപ്പമില്ല. നോക്കാം. ഇതെന്നാ ഒഴിക്കുന്നത്? ഇത് പാമോല. പാമോയില് എന്തിലോട്ട് ഒഴിക്കും? ക്ലാസിക് സോഡ, കോസ്റ്റിക് സോഡ. 2 മണിക്കൂർ മുമ്പ് 700 മില്ലി വെള്ളത്തിൽ കോരാൻ. 700 മില്ലി വെള്ളത്തിൽ ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം.
ശരിക്കും ഇല്ലേ ഇപ്പൊ സോപ്പൊക്കെ ഉണ്ടാക്കണ കണ്ടു. ഞാൻ നോക്കുമ്പോ എല്ലാ പ്രോഡക്റ്റിനും ഇപ്പൊ 1.5 ലിറ്റർ പാം ഓയിലിന്ന് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോ നല്ല എമൗണ്ട് ആകും. പിന്നെ ആ ഗ്ലിസറിന്റെ പൈസ, പിന്നെ ഇതിന്റെ പൈസ എല്ലാം കൂടി ഒരു കിറ്റായിട്ടല്ലേ വാങ്ങിക്കണത്? അപ്പൊ ആ കിറ്റിന് എത്ര രൂപയാണ്? 75 രൂപ ഒരു കിറ്റിന്. അപ്പൊ ആ ഒരു കിറ്റ് കൊണ്ട് എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും? വെളിച്ചെണ്ണ വേറെ വാങ്ങാം. വെളിച്ചെണ്ണ ഇതിന് പാം ഓയിൽ വേറെ വാങ്ങിക്കണം. കുളി സോപ്പിന് വെളിച്ചെണ്ണയും അലക്ക് സോപ്പിന് പാം ഓയിൽ. അപ്പൊ എങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിന് വേണ്ടി 200 സംതിങ് ഇല്ലേ വെളിച്ചെണ്ണയ്ക്ക് പൈസ? അപ്പൊ അത്രയും പൈസ നിനക്ക് കിട്ടുമോ? അപ്പൊ സോപ്പ് വിറ്റിട്ട് ആദ്യമൊക്കെ കിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി പൈസ കൂടുതല് ആദ്യമൊക്കെ 20-നൊക്കെ കൊടുത്തു. അപ്പൊ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും പൈസ കിട്ടൂല. കാരണം ഇപ്പൊ 30-ന് കൊടുത്തല്ലേ? ഇപ്പഴും 30 ആണ്. അപ്പൊ ഈ ചേട്ടന്മാര് ഇങ്ങനെ അവിടെ പോയൊക്കെ നിക്കുമ്പോ യൂണിഫോമിലൊക്കെ നിക്കുമ്പോ ചോദിക്കൂലേ? അപ്പൊ എന്ത് പറയും? സ്കൂളിൽ പഠിക്കണേ ഒക്കെ ചോദിക്കും. ഈ സ്കൂൾ ഫസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയത് നിനക്ക്? എനിക്ക് ഒന്നും തോന്നിയില്ല. അല്ല, നീ പ്രതീക്ഷിച്ച സ്കൂൾ ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷം. ടീച്ചേഴ്സിനൊന്നും കാണാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ടീച്ചേഴ്സിനെ കാണാൻ വരാൻ പറ്റിയിട്ടില്ല ഈ കൊറോണയ്ക്ക് ആയതാണ് അല്ലേ? കൊച്ചിന് എന്താവാനാണ് ആഗ്രഹം? ഡിഗ്രി എടുക്കണം. അല്ല, ഡിഗ്രി ഒക്കെ എടുത്തിട്ട് എന്ത് പ്രൊഫഷനിലേക്ക് പോകാനാ ഇഷ്ടം? ഡോക്ടർ. അല്ല, ഫിഷറീസില് ഡോക്ടറേറ്റ് PhD എടുക്കണം. ഇപ്പൊ ഫിഷറീസിൽ PhD എടുക്കണം എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു. ഇപ്പൊ ഏതെങ്കിലും കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷന്റെ പേര് പറയും. കൊച്ചു പറയുന്നത് എനിക്ക് ഫിഷറീസിൽ ഡോക്ടറേറ്റ് എടുക്കണം എന്ന്. അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആഗ്രഹം തോന്നാൻ കാര്യം എന്താ? സ്കൂളിൽ പഠിപ്പിച്ച് പറഞ്ഞു തന്നെ ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി. ISRLൊക്കെ ഡോക്ടറേറ്റ് എടുത്ത് അതിലേക്ക് കയറാം. അപ്പൊ അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി, നിന്റെ ആഗ്രഹത്തിന് ഒരു ജോലിയൊക്കെ കിട്ടി എന്ന് വിചാരിക്കെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്ത് കൊടുക്കാനാണ് ആഗ്രഹം? അച്ഛനും അമ്മേനെയും അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ എന്ത് കൊടുക്കും? പൈസ ഒക്കെ ഉണ്ട് കയ്യില്? പൈസ കൊടുക്കും. പൈസ അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള, അമ്മയ്ക്ക് കൊടുക്കണുണ്ടല്ലോ കുറച്ച് പൈസ അമ്മയ്ക്ക് വേണോന്ന് പറയുമ്പോ കൊടുക്കണുണ്ടല്ലോ. അമ്മ എന്താണ് ചോദിക്കുന്നത് അത് കൊടുക്കും.